ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പായസം റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ തൊലിയുള്ള പയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം. കഴുകി ഊറ്റി ഒരു അരിപ്പയിലേക്ക് അതിൻ്റെ തൊലി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം കഴുകുമ്പോൾ തൊലി വെള്ളത്തിൽ മേളിൽ പൊങ്ങി കിടക്കും. നമുക്കത് അരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ കഴുകി ഊറ്റിയെടുത്തു. ഞാൻ പിന്നെ ഒരു 200 ഗ്രാം ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് നേരത്തെ കുതിർത്ത് വെച്ചതാണ്. പയറും നേരത്തെ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഒരു 200 ഗ്രാം ചവ്വരി എടുക്കാം. ചവ്വരി വെള്ളത്തിലിട്ട് 10 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെക്കാം. പിന്നെ ഞാനൊരു 1/2 കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. പിന്നെ നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ പയറിൻ്റെ പരിപ്പൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കുകയാണ്. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് ആദ്യം ചവ്വരി വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ ഗോതമ്പ് ചേർത്തു. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ചേർത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. അതിനുശേഷം ഒരു നുള്ളി ഉപ്പിട്ടതിന് ശേഷം വേവിച്ചു. 4 വിസിലിന് ശേഷം തുറന്നു. നല്ലതുപോലെ നമ്മുടെ പയറും ചവ്വരിയും ഗോതമ്പും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അഴുക്കില്ലാതെ ഒഴിക്കാം. ഉരുക്കി അരിച്ച് വെച്ചിരുന്നതാണ്. വെന്തതിന് ശേഷം ശർക്കര ചേർക്കാവൂ, അല്ലെങ്കിൽ പയർ വേവത്തില്ല. ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്ക ചതച്ചത് അതിലേക്ക് ചേർക്കാം. തേങ്ങാക്കൊത്ത് വറുത്തത് അതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. കുക്കറിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് തയ്യാറാവും. നല്ല ടേസ്റ്റോടു കൂടിയുള്ള പായസമാണ്. ഇനി നമുക്ക് അരമുറി തേങ്ങാപ്പാൽ അതിലേക്ക് ചേർക്കാം. അതിന് വേണ്ടി മിക്സിയിൽ അരിച്ചെടുത്തതാണ്. അങ്ങനെ നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പായസം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഗോതമ്പും ചവ്വരിയും പരിപ്പും എല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേക രുചിയാണ് ഈ പായസത്തിന്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റിൽ അറിയിക്കണേ. വേഗമുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.